ടൈം വിലപ്പെട്ടതാണ്, അതിനെ എങ്ങനെ വേസ്റ്റ് ചെയ്യാതിരിക്കാം. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് ലഭിക്കുന്നതല്ല. സമയം എന്തുകൊണ്ടാണ് വാല്യുബിൾ ആണെന്ന് പറയാൻ കാരണം സമയം ലിമിറ്റഡ് ആണ്. നമുക്ക് 86,400 സെക്കൻഡ്സ് എല്ലാ ദിവസവും ഉണ്ട്. സമയം പോയാൽ പോയതാണ്. ഒരു സെക്കൻഡും പോലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. സക്സസ്ഫുൾ ആൾക്കാരുകൾ ടൈമുകൾ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നു. എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് പോലുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോൾ 24 മണിക്കൂർ ഉണ്ടെങ്കിലും അവർ വ്യത്യസ്ത രീതിയിലാണ് ആ സമയം ഉപയോഗിക്കുന്നത്. സമയത്തിൻ്റെ വില നമുക്ക് നോക്കാം. ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ വേസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഒരു വർഷം 730 മണിക്കൂറാകുകയും ഓൾമോസ്റ്റ് ഒരു മാസം ഒരു വർഷത്തിൽ നഷ്ടപ്പെടുന്നു. 10 വർഷമാകുമ്പോൾ 7300 മണിക്കൂർ വേസ്റ്റ് ചെയ്യുകയും 10 വർഷത്തിൽ ഒരു വർഷം നിങ്ങൾ വെറുതെ കളയുകയും ചെയ്യുന്നു. നമ്മൾ സമയത്തെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ സമയം നമ്മളെ കൺട്രോൾ ചെയ്യും. എങ്ങനെ നമുക്ക് സമയം വയസ്സായിട്ട് യൂസ് ചെയ്യാം? ഒന്നാമതായി ടൈം വേസ്റ്റേഴ്സായ സോഷ്യൽ മീഡിയാസ്, ഫോൺ അഡിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക. ഒരു ദിവസം നിങ്ങൾ 3-4 മണിക്കൂറാണ് ഫോണിൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1000 hours പെർ ഇയറും അത് ഈക്വലൻ്റ് ടു 40 days ഇൻ എ മന്തും ആകും. അതിനെങ്ങനെ മാറ്റി വെക്കാം? സോഷ്യൽ മീഡിയയിൽ തന്നെ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ചെയ്ത് വെക്കാം. പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിക്കൊണ്ട് പോകലാണ് സമയത്തെ കൊല്ലുന്നത്. എന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓരോ ടാസ്കുകൾ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നു. സമയം വേസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കുകയും നഷ്ടപ്പെട്ടു പോയ ഓപ്പർച്യൂണിറ്റികളെ പറ്റി ഓർത്ത് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യും. അതിനെങ്ങനെ മാറ്റി വെക്കാം? ചെറിയ ചെറിയ ടാസ്കുകൾ ആദ്യം ചെയ്യുക, എന്നിട്ട് വലിയ വലിയ ടാസ്കുകൾ ചെയ്യുക. ഓരോ ദിവസം ചെയ്യേണ്ട ടാസ്കുകൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതാത് ദിവസങ്ങൾ കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എത്ര ദിവസം, എത്ര മാസം, എത്ര ആഴ്ച, എത്ര വർഷത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. എല്ലാവരും വിചാരിക്കും ഒരു 5-6 ടാസ്ക് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് സമയം യൂസ് ചെയ്യാൻ. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആദ്യം ചെറിയതും വേഗവും ചെയ്യേണ്ടതും പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യേണ്ട ടാസ്കുകൾ ആദ്യം ചെയ്യുക. പ്രയോറിറ്റി കുറഞ്ഞത് ലേറ്റ് ഓൺ വെക്കുക. അങ്ങനെ ഫുൾ ഡേ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവുക. അങ്ങനെ ഒരു ഫുൾ ഡേ പ്രൊഡക്റ്റീവ് ആയാൽ നിങ്ങൾക്ക് ഫുൾ വീക്കും ഫുൾ മന്തും അങ്ങനെ എൻറ്റയർ ഇയറും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. നിങ്ങൾ ലൈഫിനെ പറ്റി ഒരു പ്ലാൻ വേണം. നിങ്ങൾ ഓരോ ദിവസം ചെയ്യേണ്ട ജോലിയെപ്പറ്റി പ്ലാൻ ചെയ്യണം. ഇതിനകത്ത് പ്രൊഡക്റ്റീവ് കാര്യങ്ങളും അൺപ്രൊഡക്റ്റീവ് കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് ആകുന്നത് മാത്രം ചെയ്യുക. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസാണ് ഞാൻ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വെള്ളം കുടിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യണം. ഒരു ദിവസം പ്ലാൻ ചെയ്യും, അതനുസരിച്ച് ചെയ്യണം. മാക്സിമം സോഷ്യൽ മീഡിയാസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ടൈം വൈസ്ലി യൂസ് ചെയ്യുന്നതും ജീവിതത്തിൽ ലക്ഷ്യമുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇതിനെല്ലാം ഇടയിൽ 7 to 8 hours സ്ലീപ്പ് മസ്റ്റാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ ടാസ്ക് ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് ടൈം കില്ലേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നത് അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇന്ന് ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ ടൈം വൈസായിട്ട് യൂസ് ചെയ്തവരാണ്.